Hello students, today we are going to discuss about molecularity of a reaction. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി എ തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മോളിക്കുലാരിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ നമ്പർ ഓഫ് ആറ്റംസ്, അയൺസ് ഓർ മോളിക്യൂൾ ദാറ്റ് മസ്റ്റ് കൊളൈഡ് വിത്ത് വൺ അനദർ സോ ആസ് ടു റിസൾട്ട് ഇൻ ടു എ കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? മോളിക്കുലാരിറ്റി എന്ന് പറയുക. എന്താണ് ഈ മോളിൽ എഴുതിയ ഡെഫിനേഷൻ്റെ അർത്ഥം? ലെറ്റ് us see an example. A plus B gives product AB. ഇവിടെ നോക്കുക, നമുക്ക് എത്ര റിയാക്റ്റൻസ് ഉണ്ട്? 1, 2. രണ്ട് റിയാക്റ്റൻസ് ആണുള്ളത്. സോ ദീസ് ടു റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു ഗീവ് എന്താണ്? പ്രൊഡക്റ്റ്. സോ മോളിക്കുലാരിറ്റി നമുക്ക് സിമ്പിൾ ടേംസിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോളിക്കുലാരിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദ molecules of different reactant. So in the above case നമുക്ക് എത്ര റിയാക്റ്റൻസ് ഉണ്ട്? നമുക്ക് രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്. So we can say that ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിൽ what is the molecularity? The molecularity is 2. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് that must collide with one another. So this molecularity concept can be explained on the basis of the theory which is known as എന്ത് തിയറിയാണ്? കൊളീഷൻ തിയറി. അപ്പോൾ എന്താണ് ഈ കൊളീഷൻ തിയറി? നമുക്ക് നോക്കാം. സോ അക്കോർഡിംഗ് ടു ദിസ് കൊളീഷൻ തിയറി ഒരു റിയാക്ഷൻ നടക്കണമെച്ചാൽ എന്ത് വേണം? രണ്ട് മോളിക്യൂൾസും, ഏത് രണ്ട് മോളിക്യൂൾസ്? റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് വേണം എന്ത് നടക്കാൻ? കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാം. സോ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ, രണ്ട് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ്, അതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. രണ്ട് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്താലാണ് കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണല്ലോ? നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. സോ ഏതൊരു കൊളീഷൻ നടന്നാലും, അല്ലെങ്കിൽ ഏത് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്താലും നമുക്ക് കൊളീഷൻ തിയറി പ്രകാരം റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പം നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കൊളീഷൻസ് ആണ് വേണ്ടത്? ഇഫക്റ്റീവ് കൊളീഷൻസ്. അല്ലാതെ ഏത് ആറ്റംസ് മോളിക്യൂൾസ് അങ്ങോട്ട് കൊളൈഡ് ചെയ്താൽ നടക്കില്ല. Effective collisions should be there for the reaction to proceed. So the collisions which bring out the chemical reaction എന്തായിരിക്കണം? Effective collisions ആയിരിക്കണം. അത് കൂടാതെ വേറൊരു കണ്ടീഷൻ പറയുന്നത് പ്രോപ്പർ ഓറിയൻറ്റേഷൻ ആയിരിക്കണം. Reactant molecules should be properly oriented so that the chemical reaction will take place. For example, നമുക്കൊരു റിയാക്റ്റൻ്റ് തന്നിട്ടുണ്ട് A2, അടുത്തത് എന്താണ്? നമ്മുടെ B2. നമുക്ക് പ്രൊഡക്റ്റ് AB 2 moles ഓഫ് AB കിട്ടണമെച്ചാൽ എന്തായിരിക്കണം? റിയാക്റ്റൻറ്റ് എയും റിയാക്റ്റൻറ്റ് ബിയും ദേ മസ്റ്റ് കൊളൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ വിൽ ഹാവ് എന്ത് ഓറിയൻറ്റേഷനാണ്? ദേ വിൽ ഹാവ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ. If proper orientation is there, then only we can say that എന്താണ്? കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി സിമിലർലി ഈ റിയാക്ഷൻ if it is given like this, if the reactant molecules are like this, they will collide with each other giving എന്താണ്? നമുക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എന്താണ്? കൊളീഷൻ നടന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും? ദിസ് വൺ വിൽ ബി അവർ ഇംപ്രോപ്പർ കൊളീഷൻസ്. അപ്പോൾ ഇംപ്രോപ്പർ കൊളീഷൻസ് കാരണം കൊണ്ട്, കൊളീഷൻസിനെക്കാട്ടിലും നമുക്ക് എന്ത് പറയാം? ഇംപ്രോപ്പർ ഓറിയൻറ്റേഷൻസ്. ദീസ് ഇംപ്രോപ്പർ ഓറിയൻറ്റേഷൻ വിൽ നോട്ട് ലീഡ് ടു എന്താണ്? ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ്. സോ വി വർ ഡിസ്കസിങ് അബൌട്ട് ദ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. സോ നമ്മൾ പറഞ്ഞു എത്ര റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോളിക്കുലാരിറ്റി എന്ന് പറയാം. For example, let us consider the decomposition of ammonium nitrite. ഇവിടെ ammonium nitrite decompose ചെയ്തിട്ട് we are getting N2 plus എന്താണ്? 2H2. So ഈ ഒരു കേസിൽ നോക്കുക, എത്ര റിയാക്റ്റൻ്റ് ഉണ്ട്? Only one reactant is there. So we can say that what is the molecularity of the reaction? Molecularity of the reaction is what? It is 1. ഇനി സിമിലർലി നമുക്ക് നോക്കാം, നമ്മൾ നോക്കുന്നത് 1 ആണ് മോളിക്കുലാരിറ്റി വെച്ചാൽ വി കോൾ ഇറ്റ് ആസ് എന്ത് റിയാക്ഷൻ ആണ്? വി കോൾ ഇറ്റ് ആസ് എ യൂണിമോളിക്കുലർ റിയാക്ഷൻ. എന്താ പറയുക? വി കോൾ ഇറ്റ് ആസ് എ യൂണിമോളിക്കുലർ റിയാക്ഷൻ. നൗ ലെറ്റ് us കൺസിഡർ another example. 2HI gives H2 plus I2. Here how many reactant molecules are there? 2. So what will be the molecularity? Molecularity is known as 2 and reaction നമുക്ക് എന്ത് പറയാം? Reaction is our bimolecular reaction. Similarly, let us take
2NO plus O2 gives 2NO2. ഇവിടെ എത്രയുണ്ട് റിയാക്റ്റൻസ്? ഇവിടെ 1 ആണ് അല്ലേ? So what is the molecularity of the reaction? The molecularity of the reaction is 3 and the molecule is known as, or we can say that എന്ത് type of reaction ആണ്? They are tri-molecular reaction. So ഇവിടെ നോക്കുക, നമ്മൾ മോളിക്കുലാരിറ്റിയുടെ കേസിൽ നമ്പർ ഓഫ് റിയാക്റ്റൻസ് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു. സോ മോളിക്കുലാരിറ്റി എന്നുള്ള പറയുന്ന ഒരു കോൺസെപ്റ്റ് ജനറലി വി അപ്ലൈ ഏതിൻ്റെ കേസിലാണ്? വി ക്യാൻ അപ്ലൈ ഇറ്റ് ഇൻ കേസ് ഓഫ് എലിമെൻ്ററി റിയാക്ഷൻസ്. എന്താണ് എലിമെൻ്ററി റിയാക്ഷൻ? നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് എലിമെൻ്ററി റിയാക്ഷൻസ്? ദ റിയാക്ഷൻസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എന്താണ്? in one step or single step. So molecularity is generally applicable in case of ഏത് റിയാക്ഷൻസ് ആണ്? എലിമെൻ്ററി റിയാക്ഷൻസിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാറ്? മോളിക്കുലാരിറ്റി അപ്ലൈ ചെയ്യാറ്. ഇനി വേറൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, മോളിക്കുലാരിറ്റി പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഓൾവേസ് എ ഹോൾ നമ്പർ. മോളിക്കുലാരിറ്റി വിൽ ബി ഓൾവേസ് എ ഹോൾ നമ്പർ. ആൻഡ് മോളിക്കുലാരിറ്റി വാട്ട് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. It is a theoretical concept and it is a whole number. We have studied about order. അല്ലേ? Order of a reaction എന്തായിരുന്നു? Order of a reaction 0 ആവാം, it can be whole number ആവാം, it can be also എന്താണ്? Fraction ആവാം. And order of a reaction was what? It was an experimental concept. So molecularity is a theoretical concept and order of a reaction is എന്താണ്? Experimental concept. പിന്നെ എന്താണ് ഓർത്ത് വെക്കേണ്ടത്? മോളിക്കുലാരിറ്റി ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഏതാണ്? എലിമെൻ്ററി റിയാക്ഷൻസിൻ്റെ കേസിലാണ്. കോംപ്ലെക്സ് റിയാക്ഷൻ്റെ കേസിൽ നമുക്ക് മോളിക്കുലാരിറ്റി ഡയറക്റ്റ് പറയാൻ പറ്റില്ല. എന്താണ് കോംപ്ലെക്സ് റിയാക്ഷൻ? റിയാക്ഷൻസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്പ് അല്ലേ? അപ്പോൾ അവിടെ ഓരോ സ്റ്റെപ്പ് സിംഗിൾ സ്റ്റെപ്സ് എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് നോക്കാറ്? ഓരോ സിംഗിൾ സ്റ്റെപ്പ് എഴുതിയിട്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എഴുതിയ ആ രീതിയിലാണ് നമ്മുടെ എന്ത് റിയാക്ഷൻ കംപ്ലീറ്റ് ആവാറ്. സോ മോളിക്കുലാരിറ്റി ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ കേസ് ഓഫ് ഏതാണ്? എലിമെൻ്ററി റിയാക്ഷൻ. ഇനി വേറൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, മോളിക്കുലാരിറ്റി ജനറലി മോർ ദാൻ 3 പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മോർ ദാൻ 3 റിയാക്റ്റൻസ് ആണ് ഉള്ളത് വെച്ചാൽ അവിടെ മോളിക്കുലാരിറ്റി ടേം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മോളിക്കുലാരിറ്റി കനോട്ട് ബി എക്സ്പ്ലെയിൻ. വൈ? Because we have seen the molecularity concept depend ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ്? It depends upon what theory? Depends upon collision theory. So the collision of more than 3 or 4 molecules or collision of 4 molecule is not possible. അതുകൊണ്ട് അങ്ങനത്തെ കേസിൽ ഏതായിരിക്കും വരിക? അങ്ങനത്തെ കേസിൽ we consider the reaction to take place in more than one step and that type of reactions are known as what? That type of reactions are known as complex reactions. അപ്പോൾ മോളിക്കുലാരിറ്റിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ട വേറൊരു കോൺസെപ്റ്റാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ഓർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ reactions. What are the pseudo first order reactions? In this case, let us take an example, A plus B giving product AB. Here the quantity of this reactant is very large. ഇതിൻ്റെ അളവ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസസ് എനി ചേഞ്ച് ഡ്യൂറിങ് ദ റിയാക്ഷൻ ഓർ റേറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദിസ്. അപ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി ഡിപ്പെൻഡിങ് ഓൺലി അപ്പോൺ ദ concentration of A. So we can say that the reactions which appear to be of higher order but follows edana first order kinetics are called as pseudo order reaction. Let us see an example. For example, acidic hydrolysis of ethyl acetate. Now in this case we can see we are representing as CH3 COO C2H5 plus water gives CH3 COOH plus an alcohol. So in this case, even though the reactants are there, we will write rate as CH3 CO. It only will depend upon what? Upon ethyl acetate, because in this case we are taking what? In this case we are taking H2O which is present in excess amount. So molecularity of a reaction pseudo order ellarkum manasilayi ennu vicharikkunnu. Thank you.